ജലത്തോട് ഇത്രയും ക്രോധം എന്തിനാണ് പാർവതി? ജലം ജീവന്റെ അടിത്തറയാണ് പാർവതി. അതിനാൽ ഇത് കുടിച്ചാലും ക്രോധമില്ലാതാകുന്നതാണ്. അങ്ങാണ് സ്വാമി എന്റെ ജീവൻ. അങ്ങിവിടെ ഇല്ലാതിരിക്കുമ്പോൾ നാം തളർന്നു പോകുന്നു. നമ്മുടെ മനസ്സ് വ്യാകുലമാവുകയാണ് സ്വാമി. മനസ്സിന്റെ വ്യാകുലതകൾ മധുരതരമായ ബന്ധത്തിന്റെ അടിസ്ഥാന ശിലയാണ് പാർവതി. ഏത് ബന്ധത്തിലാണോ മനസ്സിന്റെ വ്യാകുലതകളില്ലാത്തത്, ആ ബന്ധം വെറും ആഡംബരമാണ്, അർത്ഥശൂന്യമാണ്. അങ്ങ് ഒന്നും പറയാതെ എവിടേക്കാണ് പോയത്? മാതാവിനോടുള്ള കടമ ചെയ്യാൻ. മാതാവ് വിളിക്കുമ്പോൾ മകൻ ചെല്ലാതിരുന്നാൽ അത് അധർമ്മമാണ്. മാതാവോ? മാതാവ് അനസൂയ. മാതാവ് അനസൂയയാണ് നമ്മുടെ വിവാഹ സമയത്ത് എന്റെ മാതാവിന്റെ കടമകളെല്ലാം നിർവഹിച്ചത്. ദേവി അനസൂയയുടെ കഠിന തപസ്സിന്റെ ഫലമായാണ് ജലത്തിന്റെ ക്ഷാമം അവസാനിച്ചത്. അതിനാൽ ദേവിക്കും ഋഷി അത്രിക്കും നമ്മുടെ എല്ലാവരുടെയും പ്രണാമം അർപ്പിക്കുന്നു. വന്നാലും കന്യകാ പൂജയുടെ ചടങ്ങുകൾ ആരംഭിച്ചാലും. നിൽക്കൂ. നിൽക്കൂ ആചാര്യ. ഒരുപക്ഷെ അവിടുന്ന് സന്തോഷത്താൽ മറന്നുപോയതായിരിക്കാം. നമ്മുടെ കുലത്തിന്റെ ആചാരമനുസരിച്ച് ഇത്തരം മംഗളകാര്യങ്ങളിൽ സന്താനങ്ങളില്ലാത്തവരും വിധവകളുമായ സ്ത്രീകളുടെ പ്രവേശനം അശുഭവും അപശകനവുമായാണ് കാണുന്നത്. അവിടുന്ന് ഒരു പേരുകേട്ട ഗുരുകുലത്തിന്റെ വിദുഷിയായ കുലപതിയല്ലേ ആചാര്യ? കുലത്തിന്റെ ആചാരങ്ങൾ ഖണ്ഡിക്കുന്നത് അവിടത്തേക്ക് ശോഭനമല്ല, സമൂഹത്തിനത് പ്രതികൂല സന്ദേശമാകും. ഗുരുവിന്റെ ബുദ്ധി അപാരം തന്നെ. സാധിച്ചെടുത്തല്ലോ, സമ്മതിക്കണം. ആചാര്യ ദണ്ഡപാണി, ഈ വരണ്ടു കിടന്ന ഭൂമിയെ ദേവി അനസൂയ ഹരിതാപമാക്കിയപ്പോൾ അപ്പോൾ പാരമ്പര്യം എവിടെ പോയി? എന്നിട്ടിപ്പോ ഈ കന്യകാ പൂജയുടെ ചടങ്ങിൽ ദേവി അശുഭമാണെന്നോ? നന്ദിയുണ്ട്. പാരമ്പര്യവും ആചാരങ്ങളും എല്ലാം ഓർമ്മപ്പെടുത്തിയതിന് എല്ലാവരോടും കടപ്പെട്ടിരിക്കുന്നു. ഗുരുകുലത്തിന്റെ അനുഷ്ഠാനങ്ങളെയും പിന്നെ ആചാരങ്ങളെയും പാലിക്കേണ്ടത് അതേത് പരിതസ്ഥിതിയിലാണെങ്കിലും ഓരോ വ്യക്തിയുടെയും ധർമ്മമാണ്.
ദണ്ഡപാണിയുടെ വാക്കുകളിൽ ദുഃഖിതയാകാതിരിക്കൂ ദേവി. സ്വയം നിയന്ത്രിച്ചാലും പഞ്ചഭൂതങ്ങളാൽ നിർമ്മിക്കപ്പെട്ടതാണ് ഋഷിവര്യ, നിർജീവമല്ല. എത്രയൊക്കെ ശ്രമിച്ചാലും അത് പുറത്തു വരും. ദുഃഖം പങ്കുവയ്ക്കാനാകുമായിരുന്നുവെങ്കിൽ ഉറപ്പായി ഞാനത് പങ്കിട്ടെടുത്തേനെ ദേവി. ഇല്ല ഋഷിവര്യ, നമ്മുടെ ഈ വേദന പങ്കിട്ടെടുക്കാൻ സാധിക്കില്ല. ഈ സമൂഹത്തിൽ സന്താനങ്ങളില്ലാത്തത് വളരെ വലിയ വേദനയാണ്. ആ ശിക്ഷയിൽ നിന്നും അവരെ രക്ഷിക്കാൻ ആർക്കും സാധിക്കില്ല. സത്യത്തിനോ ശക്തിക്കോ യോഗ്യതയ്ക്കോ ഭക്തിക്കോ പ്രതിഷ്ഠയ്ക്കോ ഒന്നിനും സാധിക്കില്ല. ദേവി അനസൂയ, ഞാൻ സമ്മതിക്കുന്നു. കന്യകാ പൂജാവേളയിൽ എന്താണോ സംഭവിച്ചത് അത് ഏതൊരു സ്ത്രീക്കും വളരെ വലിയ അപമാനം തന്നെയാണ്. എന്നാൽ മഹാദേവൻ ദേവിയെ മാതാവേ എന്നാണ് വിളിച്ചത്. ഭഗവാന്റെ ആ സംബോധനയുടെ രഹസ്യം മനസ്സിലാക്കൂ. ഇത് ഒരു ശുഭലക്ഷണമാണ് ദേവി. പ്രഭു 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 പാർവതി മാതാവിന്റെ മാതാവ് കൈലാസത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്റെ മാതാവോ ഇവിടെ കൈലാസത്തിലോ? മഹാദേവ, എത്ര സന്തോഷമുള്ള കാര്യമാണ് എന്റെ മാതാവ് ഇവിടേക്ക് വരുന്നു എന്നുള്ളത്. പിന്നെ സൗഭാഗ്യത്തിന്റെയും. പോകും, പോയി മാതാവിനെ സ്വീകരിക്കും. മാതാവിനെ സ്വാഗതം ചെയ്യും. കൈലാസത്തിലേക്ക് ആദ്യമായി വരികയാണ് പാർവതി. മാതാവിനെ സ്വീകരിക്കുന്നതിൽ യാതൊരു കുറവും വരരുത്. മാതാവിന്റെ ആഗ്രഹങ്ങളെ മാനിക്കേണ്ടതും ആഗ്രഹങ്ങൾ പൂർണ്ണമാക്കേണ്ടതും നാം ഇരുവരുടെയും കടമയാണ്. പോകൂ. ഉമാദേവി, ഇത്രയും ധൃതി എന്തിനാണ്? എന്റെ സന്തോഷം പറഞ്ഞറിയിക്കാനാവുന്നതല്ല. മാതാവിനെ കാണാൻ ധൃതിയായി. പുഷ്പദന്ത, കൈലാസത്തെ പോലെ ശാന്തവും ഏകാന്തവുമായ പ്രദേശം അടുത്തെവിടെയെങ്കിലും ഉണ്ടോ? എന്താ ഋഷിഭൃംഗി, കൈലാസം ഉപേക്ഷിക്കണമെന്നുണ്ടോ? ഉപേക്ഷിക്കേണ്ടി വരുമല്ലോ. ഒരു തവണ ദൃഷ്ടി മാറ്റി അവിടേക്ക് നോക്കൂ. ഇങ്ങനെയായാൽ കൈലാസത്തിന്റെ ഏകാന്തത ഇല്ലാതാകും. ശിവന്റെ സാധനയെയും ബാധിക്കുന്നതാണ്. അപ്പോൾ മറ്റെവിടെയെങ്കിലും ആശ്രയം തേടിയല്ലേ മതിയാവുകയുള്ളൂ. മാതാശ്രീ, നീ സുഖമായിരിക്കുന്നല്ലോ അല്ലേ? നിനക്കിവിടെ കുഴപ്പമൊന്നുമില്ലല്ലോ? എനിക്കിവിടെ സുഖമാണ്, സന്തോഷമായിരിക്കുന്നു. എനിക്കിവിടെ യാതൊരുവിധ കുറവുകളുമില്ല. അവിടുത്തെ മരുമകൻ എന്നെ നന്നായി നോക്കുന്നുണ്ട്. പക്ഷേ എനിക്കിവിടെ കുറവുകൾ മാത്രമാണ് കാണാൻ കഴിയുന്നത്. എനിക്ക് യാതൊരു പ്രസന്നതയും അനുഭവപ്പെടുന്നില്ല.
അമ്മേ, അതെന്താ അങ്ങനെ? എന്താ ഇവിടെ കണ്ടത്? വന്നാലോ? ആ, വരൂന്നേ. പക്ഷേ ഇവിടെ തങ്ങാൻ ഒരു ഇടം പോലും ഇല്ലല്ലോ. ചുറ്റും മഞ്ഞു മാത്രം. ഒരു ഭവനമില്ലല്ലോ. ഒരു സാധാരണ ആശ്രമം പോലും ഇല്ല. എങ്ങനെയാ നീ ഇവിടെ കഴിയുന്നേ? നീ ഇതെന്ത് ദുഃഖമാണ് സ്വയം പേറിയിരിക്കുന്നേ? വരൂ അമ്മേ. ഒന്ന് നിൽക്കു പുത്രി. ഇനിയേ ഈ മഞ്ഞിലൂടെ സഞ്ചരിക്കാൻ എനിക്കാവില്ല. കണ്ടില്ലേ, അമ്മയുടെ മരുമകൻ അവിടുത്തെ കഷ്ടപ്പാട് മനസ്സിലാക്കി. പാതയിൽ പുഷ്പവൃഷ്ടി നടത്തിയിരിക്കുന്നു. നീ എന്താ കരുതിയേ? ഈ മായ കണ്ട് ഞാൻ മയങ്ങുമെന്നാണോ? ഒരിക്കലുമില്ല. എന്റെ പാതയിൽ പുഷ്പവൃഷ്ടി നടത്തുന്നു. പക്ഷെ എന്റെ മകളുടെ ജീവിതത്തിൽ മുള്ളുകളാണ് നിറഞ്ഞിരിക്കുന്നത്. അതെനിക്ക് ഒരിക്കലും സ്വീകാര്യമല്ല. പക്ഷെ നീ വിഷമിക്കാതിരിക്കൂ. ഇപ്പൊ ഞാൻ വന്നില്ലേ, ഇനി നോക്കിക്കൊള്ളൂ. നിന്റെ ജീവിതത്തിലെ മുള്ളുകളെല്ലാം മാറ്റിയിട്ടേ ഞാൻ പോകുന്നുള്ളൂ. മനസ്സിലായോ? നിൽക്കൂ ഋഷിപുത്ര. ഇവിടെയല്ല, എന്റെ അടുത്ത് നിന്ന് മാറിയിരിക്കെ. ഇല്ല കുമാരൻ, ഞാൻ ഇവിടെയാണ് ഇരിക്കുന്നത്. എന്താ ചെയ്ത? ഇവിടെ ഇരിക്കുന്നോണ്ട് എന്താണ് പ്രശ്നം? പ്രശ്നമുണ്ട്. ഞാൻ ദേവരാജൻ ഇന്ദ്രന്റെ മകനാണ്. പക്ഷെ ഇവനോ നിർധനനായ ഋഷിപുത്രനും. ഓ, എന്റെ അടുത്ത് നിന്ന് മാറി നിൽക്ക. ഇതെന്താണ് ഈ ചെയ്യുന്നത് ജയന്ത? ഇരിക്കും. ആചാര്യ, ഈ ഋഷിപുത്രൻ നമ്മുടെ അടുത്തിരിക്കാനുള്ള ദുസ്സാഹസം കാണിച്ചു. ഇത് ഗുരുകുലമാണ് ജയന്ത. ഇവിടെ എല്ലാവരും തുല്യരാണ്. ക്ഷമിച്ചാലും ഗുരുദേവ, എനിക്ക് സമാനതയുടെ പേരിൽ മറ്റൊരാളുടെ പാദത്തിനടിയിലെ മണ്ണ് ചന്ദനമാണെന്ന് കരുതി നെറ്റിയിൽ തിലകമായി ചാർത്താൻ പറ്റില്ല. എനിക്കും ഇവനും ഇടയിലെ അകലം ആർക്കും ഇല്ലാതാക്കാൻ സാധിക്കില്ല. ജയന്ത, ഇരുന്നോളൂ. നീ ഇവിടെ ദേവരാജൻ ഇന്ദ്രന്റെ പുത്രനല്ല, കേവലം ഒരു ശിഷ്യനാണ്. ഇവിടുത്തെ ഒരു ശിഷ്യനും സഹപാഠിയെ അപമാനിക്കാനുള്ള സ്വാതന്ത്ര്യം ഈ ഗുരുകുലത്തിലില്ല. അതുപോലെ ഗുരുവിനോട് എതിർത്ത് സംസാരിക്കാനും. നിന്റെ ഈ അഹങ്കാരത്തിന് ശിക്ഷ കിട്ടിയ മതിയാകൂ ജയന്ത. നീ നിന്റെ സഹപാഠികൾക്ക് അവർക്കാവശ്യമുള്ള ജലം എത്തിച്ചു കൊടുക്കേണ്ടതാണ്. ഇതാണ് നിനക്കുള്ള ശിക്ഷ. ഞാനോ? അതെ ജയന്ത. തുല്യതയുടെ അർത്ഥം മനസ്സിലാക്കുന്നതിന് നീ ഈ കാര്യം അർപ്പണ മനോഭാവത്തോടെ ചെയ്തേ മതിയാകും. ഞാൻ അതാണ് ആഗ്രഹിക്കുന്നത്. ഇനി എന്തിനാ ഇവിടെ നിൽക്കുന്ന ഗുരുവേ? വന്നാലും അടങ്ങി നിൽക്കൂ വിട്ടി. ദേ നോക്ക്, പറ്റിയ അവസരമാണ് നമ്മുടെ മുന്നിലുള്ളത്. പാഴാക്കാൻ പാടില്ല. ആ
ഇപ്പോൾ ദേവരാജൻ ഇന്ദ്രന്റെ പത്നി ഇന്ദ്രാണിക്ക് സന്ദേശം നൽകാനുള്ള സമയമായിരിക്കുകയാണ്. ആചാര്യൻ വിദ്യാധര, കുറച്ചു സമയം കഴിയുമ്പോൾ ജയന്തനെ തിരികെ വിളിച്ചോളൂ. അവൻ ഇത്തരം കാര്യങ്ങൾ ചെയ്ത് പരിചയമില്ലാത്തതാണ്. തീർച്ചയായും. പ്രിയമാടപ്രാവേ, പോയി ദേവി ഇന്ദ്രാണിക്ക് ദണ്ഡപാണിയുടെ സന്ദേശം നൽകിയാലും അവിടുത്തെ പുത്രൻ വലിയ ആപത്തിലാണ്. വേഗം ഗുരുകുലത്തിലെത്തണമെന്ന്. ഇനി നീ ഒന്നും പറയണ്ട. നിന്റെ അമ്മയാണ് ഞാൻ. നിന്നേക്കാൾ പ്രായം കൊണ്ടും അനുഭവം കൊണ്ടും ശ്രേഷ്ഠയാണ്. ഇവിടെ വന്നപ്പോൾ തന്നെ എനിക്കെല്ലാം മനസ്സിലായി. കുറച്ച് സമയം കൊണ്ട് തന്നെ നീ ഇവിടെ എങ്ങനെയാണ് ഓരോ ദിവസവും തള്ളി നീക്കുന്നതെന്ന്. അങ്ങനെയൊന്നുമില്ല അമ്മ. അമ്മ എന്നെ കുറിച്ചോർത്ത് വിഷമിക്കേ വേണ്ട. ഞാൻ ഇവിടുത്തെ എന്റെ ജീവിതത്തിൽ സന്തുഷ്ടയാണ്, പ്രസന്നയുമാണ്. എന്നെ നീ കബളിപ്പിക്കണ്ട. കുടുംബജീവിതം എന്ന് പറയുന്നത് ഇങ്ങനെയല്ല പാർവതി. കുടുംബജീവിതത്തിൽ ചില നിയമങ്ങളുണ്ട്, ഒരു ധർമ്മമുണ്ട്. ആ നിയമങ്ങൾ പാലിക്കേണ്ടത് ഒരു ഭർത്താവിന്റെ കർത്തവ്യമാണ്. മനസ്സിലായോ? അതെ അമ്മേ, മനസ്സിലായി. ഞാൻ അദ്ദേഹത്തെ മനസ്സിലാക്കിക്കാം. ഇപ്പൊ അമ്മ ശാന്തയാകും. പാർവതി, ഞാൻ എങ്ങനെയാണ് ശാന്തയാവുക? നിന്റെ അമ്മയാണ് ഞാൻ. പാലൂട്ടി വളർത്തിയതാണ് ഞാൻ നിന്നെ. അറിയോ, സന്താനങ്ങൾക്ക് ദുഃഖമുണ്ടാകുമ്പോൾ അതേ അളവിൽ മാതാവിനും ദുഃഖമുണ്ടാവുന്നു. നീ ഒരമ്മയാകുമ്പോൾ മാത്രമേ ഒരമ്മയുടെ ദുഃഖം നിനക്ക് മനസ്സിലാവുകയുള്ളൂ. ഞാൻ പറയുന്നത് കേൾക്കൂ അമ്മ. ഇനി എന്ത് കേൾക്കാനാണ്? കേൾക്കേണ്ടതെല്ലാം കേട്ടു കഴിഞ്ഞു. മനസ്സിലാക്കേണ്ടതെല്ലാം മനസ്സിലാക്കുകയും ചെയ്തു. ഇല്ല അമ്മേ, അമ്മ മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ടാണ് അവിടുന്ന് ഇപ്പോൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. കൈലാസം പോലൊരിടം ഈ പ്രപഞ്ചത്തിൽ മറ്റൊരിടത്തും ഉണ്ടാവില്ല. കൈലാസം അവിടുത്തെ ലോകത്ത് നിന്നും വ്യത്യസ്തമാണമ്മേ. അമ്മയുടെ കാഴ്ചപ്പാടുകളിൽ നിന്നും തികച്ചും വ്യത്യസ്തം. കൈലാസത്തിൽ ആനന്ദം മാത്രമാണുള്ളത്, സുഖവും സൗഖ്യവുമാണുള്ളത്. ഇവിടെ യാതൊരു കുറവുകളുമില്ല, വിഭജനങ്ങളുമില്ല, വലിയവരുമില്ല, ചെറിയവരുമില്ല, സ്വാമിയുമില്ല, ദാസന്മാരുമില്ല. ഇവിടെ എല്ലാവരും സമന്മാരാണ്, എല്ലാവരും സ്വതന്ത്രരാണ്. ഈ ലോകം അവിടുത്തെ ലോകത്ത് നിന്നും വിഭിന്നമാണ്, പവിത്രമാണമ്മേ. പാർവതി, നിനക്ക് ഇപ്പോഴും ജീവിതത്തിന്റെ അർത്ഥം മനസ്സിലായിട്ടില്ല. കുടുംബത്തിന്റെ മഹത്വം എന്താണെന്ന് എനിക്ക് ആശ്ചര്യം തോന്നുന്നു. നീ നല്ലൊരു കുടുംബ പാരമ്പര്യത്തിൽ നിന്ന് വന്നവളാണ്. എന്നിട്ടിപ്പോ ഈ അവസ്ഥയില് നിനക്ക് വരാൻ പോകുന്ന ആപത്ത് എന്താണെന്ന് മനസ്സിലാകുന്നേ ഇല്ലെന്നാണോ?